യുക്രൈനിലെ രണ്ട് പ്രധാന മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം നൽകണമെന്നാവശ്യപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഡൊനെറ്റ്സ്ക്, ലുഹാൻസ്ക് മേഖലകളാണ് റഷ്യ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ വർഷം നവംബർ മുതൽ തന്നെ ഈ മേഖലയിൽ വലിയ മുന്നേറ്റം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരമൊരു ആവശ്യം താൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വെച്ച ഇത്തരമൊരു പ്രഖ്യാപനത്തെ അദ്ദേഹം നിഷ്കരണം തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു. ഇതോടുകൂടി തന്നെ യുദ്ധത്തിനൊരു പര്യവസാനം ഉണ്ടാകില്ലെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു തന്റെ കർത്തവ്യം കഴിഞ്ഞുവെന്നും ബാക്കിയുള്ള ഉത്തരവാദിത്തം സെലൻസ്കിയുടെ കൈകളിലാണ് എന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിന് പിന്നിൽ ഇത്തരമൊരു ചതി ഒളിഞ്ഞിരിക്കുന്നു എന്നത് അറിയില്ലായിരുന്നു എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഒന്നാണ് ഈ രണ്ട് പ്രവിശ്യ ഉൾപ്പെടെയുള്ള യുക്രൈന്റെ ഭാഗങ്ങൾ റഷ്യയുടെ ഭാഗമാക്കണം എന്ന ആവശ്യം. ഡൊനെറ്റ്സ്ക് പ്രവിശ്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ റഷ്യ ആവശ്യപ്പെട്ട വിവരം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ട്രംപ് അറിയിക്കുകയും ചെയ്തു. തങ്ങളുടെ പ്രദേശങ്ങൾ വിട്ടു നൽകാനുള്ള കരാറിന് താല്പര്യമില്ല എന്ന് സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റിനെ തിരിച്ചറിയിക്കുകയും ചെയ്തു. റഷ്യ എല്ലാവിധത്തിലും ശക്തമായ രാജ്യമാണ് എന്നും യുക്രൈൻ അങ്ങനെ അല്ല എന്നും അതിനാൽ തന്നെ യുക്രൈൻ ആ ഒരു കരാറിന് തയ്യാറാകണമെന്നും ട്രംപ് പറയുകയാണ് ചെയ്തത്. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ഈ ഒരു പ്രവിശ്യയുടെ ഭൂരിഭാഗം പ്രദേശം ഉൾപ്പെടെ തന്നെ യുക്രൈന്റെ 1/5 പ്രദേശങ്ങളും നിലവിൽ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്രവിശ്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും റഷ്യയുടെ കൈവശം ഉള്ളതിനാൽ തന്നെ പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ കൂടുതൽ പ്രവിശ്യകൾ കൂടി റഷ്യയ്ക്ക് യുക്രൈൻ വിട്ടു നൽകാൻ അവർ തയ്യാറാകണമെന്നാണ് അലക്സ കൂടിക്കാഴ്ചയ്ക്കിടയിൽ തന്നെ പുടിൻ US പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ തന്ത്രപ്രധാന മേഖലയായ ഡൊനെറ്റ്സ്ക് പ്രവിശ്യ റഷ്യയുടെ റഡാറിൽ തന്നെയാണ്. 2014 ആദ്യമായി തന്നെ ഈ ഒരു പ്രവിശ്യയിൽ കടന്നുകയറിയ റഷ്യൻ സൈന്യം അന്നു മുതൽ തന്നെ പ്രവിശ്യയുടെ 3/4 ഭാഗവും നിയന്ത്രണത്തിലാക്കുകയായിരുന്നു. സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന വ്യാവസായിക മേഖലയാണ് ഡൊനെറ്റ്സ്ക്. അതുപോലെ യുക്രൈന്റെ പ്രധാന വരുമാന സ്രോതസ് കൂടിയാണ് ഈ ഒരു മേഖല. ഈ പ്രദേശം പൂർണ്ണമായും വിട്ടു നൽകിയാൽ മറ്റു പ്രവിശ്യയിലെ മുന്നേറ്റം പോലും അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറാണ്. ഇക്കാര്യം അലക്സ കൂടിക്കാഴ്ചയിൽ പുടിൻ US പ്രസിഡന്റിനെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത്. തങ്ങളുടെ ഭൂമി വിട്ടു നൽകില്ല എന്ന കരാറിന് അല്ലെങ്കിൽ ഇത്തരമൊരു കരാറിന് താല്പര്യമില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ സെലൻസ്കി അറിയിക്കുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ സഖ്യകക്ഷികൾ ട്രംപിന്റെ ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നെങ്കിൽ പോലും യുക്രൈനെ പിന്തുണയ്ക്കുകയും റഷ്യക്കെതിരായ ഉപരോധങ്ങൾ കർശനമാക്കുകയും ചെയ്തുവെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുക്രൈന് ആ ഒരു പ്രദേശം വിട്ടു നൽകാൻ കഴിയില്ല എന്ന് സെലൻസ്കി ആവർത്തിച്ചുറപ്പിച്ച് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ ഇതിലെ പ്രധാന നഗരങ്ങളെ റഷ്യയുടെ മുന്നേറ്റങ്ങൾ തടയാൻ സഹായിക്കുമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. റഷ്യൻ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ ഈ ഒരു സ്ഥലത്ത് അവിടെ യുക്രൈൻ പൂർണ്ണമായും തന്നെ പിന്മാറിയാൽ യുദ്ധം അവസാനിപ്പിക്കാം എന്നായിരുന്നു പുടിൻ പറഞ്ഞതായി സെലൻസ്കിയോട് ട്രംപ് വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.